ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ആ വ്യക്തിക്ക് പുനർവിവാഹം നടത്താൻ അവകാശമുണ്ടോ? ഉണ്ടെന്നിരിക്കട്ടെ, പുനർവിവാഹം നടത്തി. പിന്നെ ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞു, 2-3 പിള്ളേരും ഒക്കെ ആയിട്ട് അവർ താമസിക്കുന്ന കാലത്താണ് കാണാതെ പോയ ആള് തിരിച്ചു വരുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ അടുത്ത ദിവസം തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം ഒരു ചെറുപ്പക്കാരൻ എന്നെ വളരെ ദുഃഖത്തോടെ അറിയിച്ചു. എന്താണ് പരിഹാരമെന്ന് അറിയാൻ വേണ്ടിയാണ് എന്നോട് ചോദിച്ചത്. അദ്ദേഹം ഉയർന്ന ഫാമിലിയിൽപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ വലിയ പണക്കാരാണ്. അവരോടൊപ്പം ഇദ്ദേഹവും അമേരിക്കയിൽ പോയി. ഇദ്ദേഹത്തിന് ജോലി കിട്ടുകയും ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം, ഈ വ്യക്തിയുമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വിധത്തിലുള്ള ബന്ധത്തിനും തയ്യാറല്ല. നാളിതുവരെ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയ്ക്ക് അവർ ജീവിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. മാസങ്ങൾ പലത് കഴിഞ്ഞു, വർഷങ്ങളെന്ന് പറയാവുന്ന സ്ഥിതി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ അവർ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ആ പെൺകുട്ടിക്ക് ഇയാളെ ഇഷ്ടമല്ല. സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറയുന്നതുമില്ല. എങ്ങനെയാണ് ഈ വിവാഹബന്ധം തുടർന്നു കൊണ്ടുപോകുക? വിവാഹമോചനം നടത്താമോ? വിവാഹമോചനം നടത്തിയാല് ഈ ചെറുപ്പക്കാരനെ പുനർവിവാഹം നടത്താൻ അനുവാദമുണ്ടോ? ഇതാണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. ഒരു പെൺകുട്ടിയുടെ വിവാഹം വളരെ ആർഭാടത്തോടെ തന്നെ നടത്തി. അമേരിക്കക്കാരനായിരുന്നു വരൻ. അമേരിക്കക്കാരൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മലയാളി. വിവാഹമെല്ലാം കഴിഞ്ഞു. പെൺകുട്ടിയും ഭർത്താവുമായിട്ട് അമേരിക്കയിലേക്ക് പോകുകയും ചെയ്തു. എന്നാൽ അധികം താമസിക്കാതെ പെൺകുട്ടി ഇങ്ങ് തിരിച്ചു വന്നു. തിരികെ വീട്ടിലെത്തിയിട്ട് അവള് പറയുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. ഇവനെ വിവാഹം കഴിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് ശരിയാണ് എങ്കിലും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഇവൻ വിവാഹ ബന്ധത്തിന് യോഗ്യനല്ല. കാരണം ഇവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ഈ വിധത്തിലുള്ള ബന്ധമല്ല. അവനെ പ്രകൃതി വിരുദ്ധ ബന്ധം അല്ലെങ്കിൽ ഹോമോസെക്സ്വലാണ് ഇവനും. ഇവളുമായി യാതൊരു ബന്ധവുമില്ലാതെ അവൻ ആ പഴയ ഹോമോസെക്സ്വൽ രീതിയിൽ അവന്റെ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. ഭാര്യ എന്ന പേരിൽ ഇവള് വീട്ടിലുണ്ടായി എന്ന് മാത്രം. ഇതിനെന്ത് പരിഹാരമാണ് പറയുക? വിവാഹമോചനം നാം അനുവദിക്കുമോ? ഇതിനൊക്കെ നാം മറുപടി പറയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതാണ്. യാഗത്തിലല്ല കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കട്ടെ, ഇത്തരം സന്ദർഭങ്ങളിൽ നാം ഏത് വിധത്തിലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക? ആഴമായി ചോദിച്ചാൽ ഇത് നമ്മുടെ വീട്ടിലാണ് സംഭവിച്ചത് എങ്കിൽ, നമ്മുടെ മകൾക്കാണ് സംഭവിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ മകനാണ് സംഭവിച്ചത് എങ്കിൽ ഏത് വിധത്തിലായിരിക്കും നാം ഇതിനൊരു പരിഹാരം കണ്ടെത്തുക? ഒരു പാസ്റ്ററുടെ മകള് ബലാത്സംഗം ചെയ്യപ്പെട്ടു. അങ്ങനെ ബലാത്സംഗത്തിലൂടെ അവൾ ഗർഭിണിയാകുകയും ചെയ്തു. ബലാത്സംഗം ചെയ്യപ്പെട്ട കാര്യം നാണക്കേട് നിമിത്തം അവർ മറച്ചു വെച്ചു. എന്നാൽ ഇപ്പോൾ അവൾ ഗർഭിണിയായിരിക്കുന്നു. എന്ത് ചെയ്യും? അബോർഷൻ നടത്തണമോ? അബോർഷൻ നടത്തിയാൽ പാപമല്ലേ? അബോർഷൻ നടത്താതിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇതേ ബലാത്സംഗത്തിലൂടെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമോ? സഭാ നേതാക്കന്മാർ വിശ്വസിക്കുമോ? സഭയിലെ വിശ്വാസികൾ അംഗീകരിക്കുമോ? അബോർഷൻ നടത്താതെ ഈ കുട്ടിയെ പ്രസവിച്ചാല് ആ കുട്ടിയുടെ ഭാവി എന്തായിത്തീരും? ഈ പെണ്ണിന്റെ ഭാവി എന്തായിത്തീരും? ഇനിയും ആ പാസ്റ്ററുടെ ഭാവി എന്തായിത്തീരും? ഇതേപ്പറ്റി നാം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നാം എന്താണ് ചെയ്യുക? അതുപോലെ തന്നെ ഇനി അബോർഷൻ നടത്തിയെന്നിരിക്കട്ടെ, ഈ പെൺകുട്ടിയുടെ വിവാഹം ഒരു പ്രശ്നമാകുകയില്ലയോ? ഇങ്ങനെ ഇവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതായിരുന്നു എന്നും പിന്നീട് അബോർഷൻ നടത്തിയതാണ് എന്നും വിവാഹാലോചന സമയത്ത് ആ ചെറുക്കനോടോ ചെറുക്കന്റെ വീട്ടുകാരോടോ പറയുമോ? പറയാതെ വിവാഹം നടത്തി പിന്നീട് അവരത് അറിയാനിടയായാൽ എന്താകും സ്ഥിതി? ഇനി ഗർഭിണിയായില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഇവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, വിഷയം രഹസ്യമായി വെച്ചു. പിന്നീട് വിവാഹ സമയത്ത് ഇത് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനോട് പറയുമോ? പറയാതെ വിവാഹം നടത്തിയെങ്കിൽ പിന്നീട് അറിയുമ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും? ഇതിനെന്ത് മറുപടിയാണ് നാം പറയുക? ഒരു പെൺകുട്ടി ഗർഭിണിയാണ്. പക്ഷേ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നു ഈ കുട്ടിക്ക് പ്രസവിക്കാനാവില്ല, പ്രസവിച്ചാൽ ഈ കുട്ടി മരിച്ചു പോകും, അതുകൊണ്ട് അബോർഷൻ നടത്തിയേ മതിയാകൂ. അബോർഷൻ നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഡോക്ടറെ സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് അംഗഭംഗമുണ്ട്, അല്ലെങ്കിൽ അത് ഇഡിയറ്റാണ്, അത് ജനിച്ചാല് ആ കുട്ടിക്കും ഈ മാതാപിതാക്കൾക്കും അത് പ്രശ്നമായി തീരുകയേ ഉള്ളൂ. അബോർഷൻ നടത്തണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അബോർഷൻ പാപമാണെന്നേ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ നാം എന്ത് ചെയ്യും? ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്നല്ലേ നിയമം? എന്നാല് ഒരു പാസ്റ്റർ തന്റെ മകളോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മദ്യപനായ ഒരുവൻ അല്ലെങ്കിൽ ഒരു തെമ്മാടിയായ ഒരുവന് പാസ്റ്ററുടെ മകളെ കയറി പിടിക്കുന്നു. എന്റെ സഹോദരൻ അങ്ങനെ ചെയ്യരുതേ, ഉപദ്രവിക്കരുതേ എന്ന് പാസ്റ്റർ പറയുമ്പോൾ പാസ്റ്റർക്ക് 2 അടിയും കൊടുത്ത് ഒരു ചവിട്ടും കൊടുത്ത് അയാളെ തള്ളിവിട്ടിട്ട് മകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ പാസ്റ്റർ എന്ത് ചെയ്യണം? ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ ദുഷ്ടനായ മനുഷ്യൻ ഇയാളെ ഒന്ന് അടിച്ചപ്പോൾ എന്റെ ഈ മറുകരണത്തു കൂടി നീ അടിച്ചുകൊള്ളുക എന്നാണോ പറയേണ്ടത്? മകളെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ സഹോദര എനിക്ക് വേറൊരു മകളുണ്ട്, അവളെ കൂടെ തരാമെന്നാണോ പറയേണ്ടത്? എന്ന് മറുപടിയാണ് നിങ്ങൾക്ക് പറയുവാൻ കഴിയുക? ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ നിയമങ്ങളുണ്ട്. നിയമങ്ങൾ പാലിക്കപ്പെടുവാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്.
ശബത്തിനെ സംബന്ധിച്ച് നിയമങ്ങളുണ്ട്, അത് പാലിക്കപ്പെടേണ്ടതാണ്. അതേസമയം തന്നെ ഈ നിയമങ്ങൾ പാലിക്കുമ്പോൾ ഇതുപോലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെന്ത് മറുപടി പറയുന്നു എന്നാണ്. പട്ടിണി കിടന്നു മടുത്തു കഴിഞ്ഞപ്പോൾ, തന്റെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം അവർക്ക് കൊടുത്തേ മതിയാകൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയൽക്കാരന്റെ പറമ്പിൽ കയറി ഒരു മൂട് കപ്പ പറിച്ചാൽ, അല്ലെങ്കിൽ 2-3 കപ്പക്കിഴങ്ങ് അവളൊന്ന് മാന്തിയെടുത്താൽ അത് തീർച്ചയായും മോഷണമാണ് എന്നത് ശരി തന്നെ. എന്നാൽ അത് മോഷണമായി നിങ്ങൾ അംഗീകരിക്കുമോ? അയാൾ പിടിക്കപ്പെട്ടാൽ അയാളെ മോഷ്ടാവെന്ന നിലയ്ക്ക് നിങ്ങൾ ശിക്ഷിക്കാൻ തയ്യാറാകുമോ? ഇനിയും പിടിക്കപ്പെട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ സംഭവം മോഷണമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയുമോ? അതുപോലെ തന്നെ ചില പ്രദേശങ്ങളില്, വിശേഷിച്ച് കേരളത്തിന് പുറത്തുള്ളതായ പല സംസ്ഥാനങ്ങളിലും വിവാഹിതരായ സ്ത്രീകള് നെറ്റിയിലെ സാധാരണ പൊട്ട് കൂടാതെ തന്നെ അവരുടെ സീമന്തരേഖയിൽ വേറൊരു പൊട്ട് കൂടി പതിക്കേണ്ടതാണ്. അങ്ങനെ 2 പൊട്ട് അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ പൊട്ടേ ഇല്ലാതെ നടക്കുന്നു എങ്കിൽ അവർ അവിവാഹിതരാണ് എന്നാണ് മനസ്സിലാക്കുക. പൊട്ടില്ലാത്തതായ ഒരു സ്ത്രീ പെന്തക്കോസുകാരിയാണെന്നിരിക്കട്ടെ, അവള് തന്റെ കുഞ്ഞുമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. നാട്ടുകാരെന്താ മനസ്സിലാക്കുക? ദുർമാർഗിയായ ഒരു സ്ത്രീ ഇതാ ദേശീയായി നടന്നു ലഭിച്ചതായ കുഞ്ഞുമായിട്ട് പോകുന്നു. ഇതല്ലേ ധരിക്കുക. ചില പ്രദേശങ്ങളിൽ വിവാഹമോതിരം എന്നത് വളരെ നിർബന്ധമാണ്. അപ്പോൾ വിവാഹമോതിരമില്ലെങ്കിൽ വിവാഹം കഴിച്ചതായി അംഗീകരിക്കപ്പെടുകയില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ താലി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. താലി ഇല്ലെങ്കിൽ വിവാഹിതരായി അംഗീകരിക്കുകയില്ല. ഇനി മറ്റു ചില സംസ്ഥാനങ്ങളിൽ വെള്ളവസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ വിധവയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് പെന്തക്കോസുകാരായ സ്ത്രീകൾ പോയാൽ അവരെ വിധവകളായിട്ട് കണക്കാക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുക? പൊതുജനത്തെ ബോധിപ്പിക്കാനെങ്കിലും അവര് പൊട്ടുവെച്ചാൽ, മറ്റുള്ളവരുടെ മുമ്പിൽ പോകുമ്പോൾ വിവാഹമോതിരം പോലെ എന്തെങ്കിലും ഒന്ന് കയ്യിലിട്ടാൽ, അല്ലെങ്കിൽ പൊതുജനത്തെ ബോധിപ്പിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമെങ്കിലും ഒരു താലി കഴുത്തിലിട്ടാൽ, അല്ലെങ്കിൽ വിധവയാണെന്ന് ജനം തെറ്റിദ്ധരിക്കാതിരിക്കുവാൻ വെള്ള വസ്ത്രമല്ലാതെ കളർ വസ്ത്രം നമ്മൾ ധരിച്ചാൽ, ഇതൊക്കെ ഗുരുതരമായ പാപമായി കണക്കാക്കുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഞാൻ മറുപടി പറയുന്നില്ല. ഈ ബൈബിൾ സ്റ്റഡിയുടെ 4ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇന്നു മുതൽ വാക്കുകളിലൂടെയുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. ടി.എസ്. ബാലൻ എഴുതിയ പുസ്തകങ്ങൾ, ദൈവവചനവും ജീവിതകഥകളും ഇനി ശബ്ദമായി നിങ്ങളിലേക്ക് എത്തുന്നു. പുസ്തക വായനകൾ ശ്രവിക്കാൻ ടി.എസ്. ബാലൻ റീഡിംഗ് റൂം എന്ന് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ ആവാം. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ.